18 പറഞ്ഞു തരാമെന്നാണ് അല്ലേ? ലാബ് 18 അല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്ഡേറ്റ് കൺസ്ട്രക്ഷന് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തിയറി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, നോക്കിക്കോ. ലാബ് 18 ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തന്ന കണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ശരി, അത് കഴിയുമെങ്കിൽ അത് പ്രിൻ്റ് എടുക്കണേ. പ്രിൻ്റ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കണം. ശരി, നമുക്കൊന്ന് തുടങ്ങാം. ലാബ് 18 ഫങ്ഷൻസ് ആണ്. നമ്മൾ 1 on 2 ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ 1 ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? what do you mean by 1 ഫങ്ഷൻ? ഡിഫറെൻ്റ് എലമെൻറ്റുകൾക്ക് ഡിഫറെൻ്റ് ഇമേജസ്, അതിനെയാണ് 1 എന്ന് വിളിക്കുക. എന്താ ഓൺ ടു? കോഡൊമൈൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആക്സിസിന് പാരലൽ ലൈൻസ് വരയ്ക്കുന്നു. ആക്സിസിന് പാരലൽ ലൈൻ, ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ആ വരയ്ക്കുന്ന ലൈൻ ഏതെങ്കിലും ഒരു ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ ആ ഗ്രാഫിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആയിരിക്കില്ല. എല്ലാ ലൈനുകളും ഒരു പോയിന്റിൽ മാത്രമാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആയിരിക്കും. ഇങ്ങനെയല്ലേ ഗ്രാഫിൽ നിന്ന് തിരിച്ചറിയുക? എക്സ് ആക്സിസിന് പാരലായിട്ട് ലൈൻസ് വരയ്ക്കണം. ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്താൽ അത് 1 അല്ല. ഒരു പോയിന്റിൽ മാത്രമാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ 1. ഇതല്ലേ, അങ്ങനെയല്ലേ? ശരി, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ആക്ടിവിറ്റി 18.1 1-to-1 ആൻഡ് ഓൺ ടു ഫങ്ഷൻസ് എന്നാ. നോക്കൂ, ആദ്യം എന്താ പറഞ്ഞേക്ക് നോക്കിയേ. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ജിയോജിബ്ര എടുക്കാം. എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എങ്ങനെയാണ് വരയ്ക്കുന്നത് അറിയാമല്ലോ. ഇൻപുട്ടിനകത്ത് എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലേ? എക്സ് ഷിഫ്റ്റ് അടിച്ച് 6 നിൽക്കണം, 2 എക്സ് സ്ക്വയർ ടൈപ്പ് ചെയ്ത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ചു. എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞു നോക്കിയാൽ, ക്രിയേറ്റ് എ സ്ലൈഡർ എ. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. എ എന്ന് പറയുന്ന ഒരു സ്ലൈഡർ. സ്ലൈഡറിൻ്റെ മിനിമവും മാക്സിമവും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഇൻക്രിമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. സാറിന് നമ്മൾ 0.05 എടുക്കുന്നു, അത് തന്നെ ഇൻക്രിമെൻ്റ് ആയിട്ട് എടുക്കാം. മിനിമവും മാക്സിമം ഒക്കെ അതിൽ വരുന്നത് -5ഉം +5ഉം ആണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ക്രിയേറ്റ് എ സ്ലൈഡർ എ ആൻഡ് പ്ലോട്ട് ദ പോയിന്റ്. ഏതാ പോയിന്റ്? 0a. എ എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് 0a എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും വരിക? 0a വൈ ആക്സിസില്ല, കാരണം എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് വൈ ആക്സിസില്ല. അപ്പോൾ ഒരു ക്രിയേറ്റ് സ്ലൈഡർ എ എന്നൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് പ്ലോട്ട് ദ പോയിന്റ് 0a എന്നുള്ള പോയിന്റ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. എവിടെയാണ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ എവിടെയാ? ഇവിടെ അല്ലേ? കാണുന്നില്ലേ? സ്ലൈഡർ കാണുന്നുണ്ടോ? അവിടെ എടുത്തു. സ്ലൈഡർ ആദ്യത്തെ തന്നെയാണ് സ്ലൈഡർ. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നു. എന്ത് ചെയ്യുന്നു? മിനിമം -5, മാക്സിമം 5. ഇൻക്രിമെൻറ്റ് കിടപ്പില്ല. പ്രത്യേകിച്ച് ഇൻക്രിമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ 0.05 തന്നെ എടുക്കാം. 0.05 ഓക്കെ കൊടുത്തു. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ദെൻ സെലക്ട് ചെയ്ത ടൂൾ അങ്ങ് ക്യാൻസൽ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരുന്നത് എന്താണ്? ക്രിയേറ്റ് സ്ലൈഡർ എന്ന് മാത്രമല്ലല്ലോ, ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. ക്രിയേറ്റ് സ്ലൈഡർ എ ആൻഡ് പ്ലോട്ട് ദ പോയിന്റ് 0a എന്നുള്ള പോയിന്റ് പ്ലോട്ട് ചെയ്യുക. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ.
കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്രിയേറ്റ് എ സ്ലൈഡർ എ ആൻഡ് പ്ലോട്ട് ദ പോയിന്റ് 0A എന്നാണ് പറഞ്ഞല്ലേ. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, 0A എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി 0A എന്നാണ് എഴുതുക. 0,A എന്ന് എൻ്റർ ചെയ്തു. കണ്ടോ പോയിന്റ് വന്നാണ്ടോ? കണ്ടോ? ആ സ്ലൈഡർ മൂവ് ചെയ്ത് കാണിച്ചു തരാം. പോയിന്റ് മൂവ് ചെയ്ത് നോക്കിയാൽ കണ്ടോ? മൂവ് ചെയ്യുന്നുണ്ടോ? കാണാമോ? കാണാമല്ലോ. ശരി, സ്ലൈഡർ അത് ആ പോയിന്റ് വൈ ആക്സിസിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആ സ്ലൈഡർ എയുടെ വാല്യൂ മാറുന്നതനുസരിച്ചാണ് ആ പോയിന്റ് അങ്ങനെ മൂവ് ചെയ്യുന്നത്. വൈ ആക്സിസിലൂടെ ആ പോയിന്റ് മൂവ് ചെയ്യുന്നു. ഓക്കെ, ശരി. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഡ്രോ എ ലൈൻ through the point and perpendicular to the y-axis. Draw a line through the point and perpendicular to y-axis. എന്താണ്? ഈ പോയിന്റിൽ കൂടെ y-ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കാനാണ് അല്ലേ? ഈ പോയിന്റിൽ കൂടെ y-ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കാൻ. മനസ്സിലായോ? ആ ലൈനിൽ കൂടിയാണ് വരയ്ക്കേണ്ടത്. സോറി, ആ പോയിന്റിൽ കൂടിയാണ് വരയ്ക്കേണ്ടത്. എങ്ങനെയായിരിക്കണം? വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഈ പോയിന്റ് ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ കൂടി വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ, അതിനൊരു ടൂളുണ്ട്. അത് പരിചയപ്പെടുത്തി തരാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് ഇവിടെയാണ്. ഈ നമ്മുടെ ലൈൻസിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ടൂൾ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4ാമത്തെ ടൂൾ അവിടെ ഉണ്ട്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് കിടക്കുന്നുണ്ടോ? കണ്ടോ? കാണുന്നുണ്ടോ? ആ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞ ടൂളാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4ാമത്തെ. പെർപെൻഡിക്കുലർ ലൈൻ, പാരലൽ ലൈൻ ഒക്കെ എവിടെയാണുള്ളത്? പെർപെൻഡിക്കുലർ ലൈൻ എന്ന ടൂൾ സെലക്ട് ചെയ്തിട്ട് ആ പോയിന്റിൽ കൂടാണ് വരയ്ക്കേണ്ടത്. വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ വൈ ആക്സിസിലും ഒന്ന്, അതായത് ആ പോയിന്റിൽ കൂടി വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ. അപ്പോൾ പോയിന്റ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. പോയിന്റിലും ക്ലിക്ക് ചെയ്യണം, വൈ ആക്സിസിലും ക്ലിക്ക് ചെയ്യണം. കണ്ടോ? ആ പോയിന്റിൽ കൂടി വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വന്നത് കണ്ടോ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളണേ. ഒരു പോയിന്റിൽ കൂടി വൈ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെ? പെർപെൻഡിക്കുലർ ടൂൾ എടുക്കുക, പോയിന്റ് ക്ലിക്ക് ചെയ്യുക, വൈ ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പോയിന്റിൽ കൂടി വൈ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചു. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. Draw a line through the point and perpendicular to the y-axis. അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കൂ. Plot the point of intersection of the line with the curve. Plot the points of intersection of the line with the curve. ഈ ലൈനും കർവുമായിട്ടുള്ള പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ പ്ലോട്ട് ചെയ്യണം. ലൈനും കർവുമായിട്ടുള്ള പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ പ്ലോട്ട് ചെയ്യണം. ലൈനും കർവും. അപ്പോൾ ഇതാണ് ലൈന്, ഇത് നമ്മുടെ പാരബോൾ. ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. അതെങ്ങനെ മാർക്ക് ചെയ്യുന്നത്? എങ്ങനെയാ? രണ്ട് ഇന്റർസെക്ഷൻ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ആരെങ്കിലും പറയൂ. പോയിന്റിനകത്ത് ഇന്റർസെക്ട് എന്നൊരു ടൂൾ ഉണ്ട് അല്ലേ? ഇന്റർസെക്ട് ടൂൾ എടുത്തിട്ട് ഏതൊക്കെയാണ് ഈ ഗ്രാഫും ഈ ലൈനും കൂടെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രാഫിലൊന്ന് ക്ലിക്ക് ചെയ്യണം, ലൈനിലും ക്ലിക്ക് ചെയ്യണം. വൈ ആക്സിസ് അല്ല, ആ ലൈനിൽ. ആ ഗ്രാഫിലും ക്ലിക്ക് ചെയ്യണം, ആ ലൈനിലും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാർക്ക് ചെയ്യപ്പെട്ടുണ്ട്. പി എന്ന് സി എന്ന് 2 പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാർക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ, ശരി. വീണ്ടും നോക്കാം. അപ്പോൾ പ്ലോട്ട് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ലൈൻ വിത്ത് ദ കർവ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ആണ്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. ഈ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഇത് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്തു? ആദ്യം ഗ്രാഫ് വരച്ചു, പിന്നെന്തോ ചെയ്ത് ഫസ്റ്റ് ഗ്രാഫ് വരച്ചു, എക്സ്കാറിൻ്റെ ഗ്രാഫ് വരച്ചു, സ്ലൈഡർ ഉണ്ടാക്കി അല്ലേ? 0 എന്ന പോയിന്റ് പ്ലോട്ട് ചെയ്തു. ആ പോയിന്റ് കൂടി
വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. അതിന് പെർപെൻഡിക്കുലർ എന്നുള്ള ടൂളാണ് ഉപയോഗിച്ചത്. പെർപെൻഡിക്കുലർ എന്നുള്ള ടൂൾ എടുത്തിട്ട് പോയിന്റിലും വൈ ആക്സിസിലും ക്ലിക്ക് ചെയ്തപ്പോഴാണ് ലൈൻ വരയ്ക്കപ്പെട്ടത്. ദെൻ ആ ലൈനും ഈ കർവുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാർക്ക് ചെയ്തു. നമുക്കിനി ഈ സ്ലൈഡർ മൂവ് ചെയ്യിച്ചാൽ അതനുസരിച്ച് ഈ ലൈനും മൂവ് ചെയ്യും, അല്ലേ? മൂവ് ചെയ്യില്ലേ? മൂവ് ചെയ്യും. ശരി, ഇനി ഇങ്ങോട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം: ഇഫ് ഫോർ എനി വാല്യൂ ഓഫ് എ, ഫോർ എനി വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് സ്ലൈഡറിന്റെ വാല്യൂ ആണ്. സ്ലൈഡറിന്റെ വാല്യൂ ആണ് എ. അതനുസരിച്ചാണ് 0 എന്നുള്ള പോയിന്റ് വന്നത്. അപ്പോൾ അത് വൈ ആക്സിസിലെ പോയിന്റാണ്, അല്ലേ? ഇഫ് ഫോർ എനി വാല്യൂ ഓഫ് എ ദ ലൈൻ മീറ്റ് ദ കർവ് അറ്റ് മോർ ദാൻ 1 പോയിന്റ്, ഈ ലൈൻ ഒന്നിലധികം പോയിന്റിൽ കർവിനെ മീറ്റ് ചെയ്യുന്നു എങ്കിൽ ക്യാൻ വി സേ വെദർ ദ ഫംഗ്ഷൻ ഈസ് 1 to 1. 1 to 1 മീൻസ് 1 1 1 1 ഓർ നോട്ട് വൈ. ഏതെങ്കിലും ഓരോ ഫോർ എനി വാല്യൂ ഓഫ് എയുടെ ഏതെങ്കിലും ഒരു വാല്യൂവിന് ലൈൻ മീറ്റ് ദ കർവ് അറ്റ് മോർ ദാൻ 1 പോയിന്റ്, ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കർവിനെ മീറ്റ് ചെയ്യുന്നുവെങ്കിൽ ക്യാൻ വി സേ വെദർ ദ ഫംഗ്ഷൻ ഈസ് 1 to 1 ഓർ നോട്ട്. ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുമോ? വൈ? റീസൺ എന്ത് പറയും? ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് പറയും? ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്താൽ നമ്മൾ പഠിച്ചതാണ്. ഒന്നിൽ കൂടുതൽ പോയിന്റ് മീറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഇവിടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഈ പോയിന്റ് അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ 2 ആണ്, അല്ലേ? 1 1 അല്ല. ഇവിടെ നോക്കൂ, നമ്മൾ സിയിൽ മീറ്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ 2 ആണ്. മറ്റൊന്ന് ബിയിൽ മീറ്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ -2 ആണ്. അതിന്റെ അർത്ഥം x2 വരുമ്പോഴും x2 വരുമ്പോൾ എഫ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ വാല്യൂ എടുത്താൽ x2 അതിന്റെ എഫ് എക്സ് വാല്യൂ 4 ആണ്. നമ്മൾ ഫംഗ്ഷൻ വാല്യൂ എടുക്കുന്ന അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? x/2 അതിന്റെ നേരെ എഫ് എക്സ് വാല്യൂ എങ്ങനെ എടുക്കുന്നത്? അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചാൽ സിയിൽ വന്ന് മീറ്റ് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ട് വൈ ആക്സിസിലേക്ക് വരച്ചാൽ 4 ആണ് എഫ് എക്സ് വാല്യൂ. x-2 വരുമ്പോഴും എഫ് എക്സ് വാല്യൂ 4 ആണ്. രണ്ടിടത്തും ഒരേ വാല്യൂ വരിക. 1 1 അല്ല. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ 1 1 അല്ല. അപ്പൊ എന്താ ആൻസർ എഴുതേണ്ടത് അവിടെ? ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. മനസ്സിലായോ? റീസൺ എന്തെഴുതും? മോർ ദാൻ 1 എലമെന്റ് ഹാവ് സെയിം ഇമേജ്. വൈ എന്നുള്ളിടത്ത് എഴുതാം എന്താണ്? മോർ ദാൻ 1 എലമെന്റ് ഹാവ് ദ സെയിം ഇമേജ്. ഒന്നിലധികം എലമെന്റുകൾക്ക് ഒരേ ഇമേജ്. വേണമെങ്കിൽ ആൻസർ കുറിച്ചോ? അവിടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1 ബിക്കോസ് മോർ ദാൻ 1 എലമെന്റ് ഹാവ് ദ സെയിം ഇമേജ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ അല്ല, ഇപ്പോൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ അല്ലല്ലോ, ഫംഗ്ഷൻ 1 1 അല്ല ഒപ്പട്ടെ. 4ന്റെ ഈ പ്രീ ഇമേജ് എന്താ? 4ന്റെ പ്രീ ഇമേജ് എന്താണ്? പറയൂ. പ്രീ ഇമേജ് എങ്ങനെ എടുക്കുക? 4ന്റെ പ്രീ ഇമേജ് അതെ, 4 കോഡൊമൈനിലാണ് 4 എടുക്കേണ്ടത്. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡൊമൈനിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ. അപ്പോൾ എങ്ങനെ എടുക്കും? 4ന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഏതൊക്കെയാണ്? 4 ഇന്നൊരു പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് നോക്കുക, അവിടുത്തെ എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഏതാ? 2 -2. 2 -2. അങ്ങനെ നമുക്ക് ഏതിൻ്റെയും പ്രീ ഇമേജ് പറയാൻ പറ്റുമല്ലോ അല്ലേ? പറ്റില്ലേ? പറ്റും. ഇവിടെ ഇപ്പോൾ എത്ര പ്രീ ഇമേജ് ഉണ്ട്? 2 പ്രീ ഇമേജ് ഉണ്ട്. 2 പ്രീ ഇമേജ് വന്നത് 1 1 അല്ലാത്തത് കൊണ്ടാണ്. ഇനി ഞാനിപ്പോൾ അതൊക്കെ പോയിന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണ്, ലൈൻ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുക. വാട്ട് ഈസ് ദ പ്രീ ഇമേജ് ഓഫ് -2? -2 എത്തിച്ചു. ഇപ്പോൾ വാട്ട് ഈസ് ദ പ്രീ ഇമേജ് ഓഫ് -2? ഏതാണ്? -2 പ്രീ ഇമേജ് ഇല്ല. കാരണം അവിടെ ആ ലൈൻ കർവിനെ മീറ്റ് ചെയ്യുന്നില്ല. മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ആ എലമെന്റിന് പ്രീ ഇമേജ് ഇല്ല. എന്താ അതിന്റെ അർത്ഥം? ഫംഗ്ഷൻ ഓൺ ടു ആവുന്നില്ല എന്നല്ലേ? ഓൺ ടു അല്ല. പ്രീ ഇമേജ് ഇല്ല മീൻസ് ഓൺ ടു അല്ല.
അല്ല, എന്നാൽ ഓൺ ടു ആക്കാം. എങ്ങനെയെന്നറിയോ? നമുക്ക് ഈ കോഡൊമൈൻ പറയുമ്പോൾ പറയുക കോഡൊമൈൻ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എന്ന് പറഞ്ഞു. കോഡൊമൈനെ നമ്മൾ ചുരുക്കി റെസ്ട്രിക്റ്റ് ആക്കി. മൊത്തം റിയൽ നമ്പേഴ്സ് ഇല്ല, പകരം 0 to ഇൻഫിനിറ്റി ആണ് കോഡൊമൈൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നീക്കുമ്പോൾ നമ്മൾ 0 വരെ നീക്കിയാൽ മതി, താഴോട്ട് നീക്കണ്ട. കാരണം അത് കോഡൊമൈനകത്ത് ഇല്ലല്ലോ. 0 വരെ നീക്കിയാൽ മതി. അപ്പോൾ പ്രീ ഇമേജ് ഉണ്ടല്ലോ, അല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ ഫംഗ്ഷൻ എന്താവും? ഓൺ ടു ആവും. അപ്പോൾ എവിടെയാണ് കോഡൊമൈൻ എന്ന് നോക്കി അതനുസരിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മൾ ഈ വരച്ച ലൈന് ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്താൽ അതിന് പ്രീ ഇമേജ് ഉണ്ടെന്നാണ്, ഓൺ ടു ആണ്. ഇവിടെ ഇപ്പോൾ 2 പോയിന്റ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 പ്രീ ഇമേജ് ഉണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റ് മീറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് ഉണ്ടെന്നാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ലൈൻ വരയ്ക്കുമ്പോൾ ഒരിടത്തും മീറ്റ് ചെയ്യാതെ വന്നാൽ അവിടെ പ്രീ ഇമേജ് ഇല്ല എന്നുമാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ മീൻസ് എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും പരിശോധിക്കണം. എല്ലായിടത്തും എന്ന് പറയുമ്പോൾ കോഡൊമൈൻ എവിടെയാണോ അത് മാത്രം പരിശോധിച്ചാൽ മതി. കോഡൊമൈൻ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം റിയൽ നമ്പേഴ്സും പരിശോധിക്കണം. കോഡൊമൈൻ 0 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 to ഇൻഫിനിറ്റി മാത്രം പരിശോധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ് കോഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്, ഓൺ ടു ആണോ? നിങ്ങൾ എന്ത് പറയും? കോഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓൺ ടു ആണോ? എന്ത് പറയും? അല്ല, എന്താ അല്ലാത്ത? അല്ല, കാരണം റിയൽ നമ്പേഴ്സ് താഴോട്ടിഞ്ഞ് വരണ്ടേ? ഇവിടെ വരുമ്പോഴത്തേക്ക് ഗ്രാഫ് കർവിനെ മീറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് അല്ല. എന്നാൽ കോഡൊമൈൻ 0 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലോ? ആണ്. കാരണം നമ്മൾ എവിടെ വരെ എടുത്താൽ മതി? 0 വരെ എടുത്താൽ മതി, താഴോട്ട് എടുക്കണ്ട. അപ്പോൾ ഗ്രാഫ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺ ടു അറിയുന്നത് ഈ വരയ്ക്കുന്ന ലൈന് ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ഗ്രാഫിനെ മീറ്റ് ചെയ്താൽ അത് ഓൺ ടു ആണ്. ഒരിടത്തും എവിടെങ്കിലും ഒരിടത്ത് ആ ലൈൻ ഗ്രാഫിനെ മീറ്റ് ചെയ്യാതെ വന്നാൽ അത് ഓൺ ടു അല്ല. അപ്പോൾ എടുക്കുമ്പോൾ എന്താണ് കോഡൊമൈൻ എന്ന് നോക്കിയിട്ട് കോഡൊമൈനിൽ വരുന്ന പോയിന്റുകൾ മാത്രം പരിഗണിച്ചാൽ മതി. അത് മാത്രം പരിഗണിക്കുമ്പോൾ ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ടു. ഏതെങ്കിലും ഒരു ലൈൻ ആ കർവിനെ മീറ്റ് ചെയ്യാതെ വന്നാൽ അത് നോട്ട് ഓൺ ടു. അപ്പോൾ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാം. എന്താ അടുത്ത ചോദ്യം നോക്കിയേ? അടുത്ത ചോദ്യം, if for all value of a the line meet the curve at least one point. For all value of a യുടെ എല്ലാ വാല്യൂസിനും ലൈൻ മീറ്റ് ദ കർവ്, ലൈൻ കർവിനെ മീറ്റ് ചെയ്യുന്നു at least one point, ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യുന്നു. Can we say that whether the function is on to or not? ഫംഗ്ഷൻ ഓൺ ടു ആണോ അല്ലയോ എന്ന് പറയാമോ? എന്താ പറയും? ഫംഗ്ഷൻ ഈസ് ഓൺ ടു. വൈ? every element has the പ്രീ ഇമേജ് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ അത് ആൻസർ ഒന്ന് കുറിച്ചോ. ഫംഗ്ഷൻ ഈസ് ഓൺ ടു ബിക്കോസ് എവറി എലമെന്റ് ഹാവ് ദ പ്രീ ഇമേജ്. എവറി എലമെന്റ് ഹാവ് ദ പ്രീ ഇമേജ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ. അടുത്തത് യൂസിങ് എബോവ് അപ്ലെറ്റ്. ഈ തന്നിരിക്കുന്ന അപ്ലെറ്റ് ഉപയോഗിച്ച് സേ വെദർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, ഡൊമൈനും ആർ ആണ്, കോഡൊമൈനും ആർ ആണ്, എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് എബോവ് ഈസ് 1 ഓർ ഓൺ ടു. ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ആണ്, 1 ഓൺ ടു ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ. 1 ഓൺ ടു ആണോ? 1 ആണോ? 1 ആണോ? 1 ആണോടെ? അല്ല. കാരണം എന്താ കാരണം? ഈ വരച്ച ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് 1 അല്ല. ഓൺ ടു ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ആർ ടു ആറാ പറഞ്ഞു. ഡൊമൈൻ കോഡൊമൈൻ 6 പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ കുഴപ്പമില്ല, മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 0 കഴിഞ്ഞ് നെഗറ്റീവ് റിയൽ നമ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രശ്നമാണ്.
ആ ലൈൻ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ആ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന് ഒന്നിനും പ്രീ ഇമേജ് ഇല്ല എന്നാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല. ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1, അതുപോലെ നോട്ട് ഓൺ ടു. അപ്പോൾ ആൻസർ എന്താണ് എഴുതാം? 1 1 അല്ല, ഓൺ ടു അല്ല എന്ന് മനസ്സിലായോ? ഓക്കെ. ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ലൈനൊക്കെ വരച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത് ഇല്ലേ? ഈ ലൈൻ ഇല്ലാതെ വെറും ഗ്രാഫ് മാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ ലൈൻ അങ്ങ് തൽക്കാലത്തേക്ക് മാറ്റി. ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ, ഗ്രാഫ് കാണുന്നത് മാത്രമല്ല, ലൈൻ വരയ്ക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആ ഇമാജിൻ ചെയ്യാൻ പറ്റും ഇത് 1 1 ഓൺ 2 ആണോ എന്ന്. ഈ ഗ്രാഫ് എന്ന് മാത്രമല്ല, ഏതൊരു ഗ്രാഫും ഒരു ലൈനൊന്നും വരച്ച് നോക്കാതെ തന്നെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമോ? പറ്റത്തില്ലേ? പറ്റും. വരച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ലൈൻ വരച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അല്ലാതെ തന്നെ അത് 1 1 ആണോ ഓൺ 2 ആണോ എന്ന് പറയാൻ പറ്റും അല്ലേ? പറയാൻ പറ്റും. ഓക്കെ, ശരി. അതാണ് ചോദിച്ചിരിക്കുന്നത്. കീപ്പിംഗ് ദ എബോവ് ഇൻ മൈൻഡ്, ക്യാൻ വി സേ വെദർ എ ഫംഗ്ഷൻ ഈസ് 1 1 ഓർ ഓൺ 2 ബൈ ഒബ്സർവിംഗ് ഇറ്റ്സ് ഗ്രാഫ് ഈവൻ വിത്തൗട്ട് ഡ്രോയിങ് ദ ഹൊറിസോണ്ടൽ ലൈൻ? ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാതെ തന്നെ ഇത് പറയാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ശരി. അടുത്ത ആക്ടിവിറ്റിക്ക് പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ. ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ. എവിടുന്നാ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നത്? ഇവിടെയല്ലേ? അവിടെ ഉണ്ട് ഇൻപുട്ട് ബോക്സ്, ഏറ്റവും താഴെ ഇൻപുട്ട് ബോക്സ്. അവിടെ ക്ലിക്ക് ചെയ്തു. ഫംഗ്ഷന്റെ ഇൻപുട്ട് ബോക്സ് ആണ്. അപ്പോൾ ഫംഗ്ഷന്റെ പേര് എഫ് എന്നാണ്. എഫ് എന്ന് കൊടുക്കുക. ലിങ്ക്ഡ് ഓബ്ജക്റ്റിന്റെ അവിടെ fx = x² എന്നത് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് ബോക്സ് ഉണ്ടായി. എന്തിനാണ് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കണേ? എന്തിനു വേണ്ടിയാണ് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കിയത്? ഫങ്ഷൻസ് മാറ്റാൻ വേണ്ടി അല്ലേ? ശരി. അടുത്ത ചോദ്യം. സേ വെദർ ദ ഫോളോയിങ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഫ്രം R to R. R to R ആണ്. ഡൊമൈനും കൊഡൊമൈനും R ആണ്. R 1 to 1 or on to. 1 1നെയാണ് 1 to 1 എന്ന് എഴുതിയിരിക്കുന്നത്. 1 1 on to ആണോ എന്ന് പറയണം. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും ആ ഫംഗ്ഷന്റെ റേഞ്ചും പറയണം. റേഞ്ച് പറയാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 1 on 2 ആണോ എന്നും പറയണം. on to 1. ആദ്യത്തെ ഫംഗ്ഷൻ x² + 2 ആണ്. എങ്ങനെ മാറ്റും? ആ ഇൻപുട്ട് ബോക്സിൽ x² + 2 എന്ന് ടൈപ്പ് ചെയ്താൽ മതി അല്ലേ? 2 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. മാറി. നോക്കൂ ഗ്രാഫിന് എന്ത് സംഭവിച്ചു നോക്കിയേ? മുകളിലോട്ട് മാറി അല്ലേ? x² + 2 വന്നോണ്ടാണ് മുകളിലോട്ട് മാറിയത്. അത് x² - 2 എന്നാണ് ഇങ്ങോട്ട് മാറിയത്. താഴോട്ട് മാറിയാനെ. +2 ആയിട്ട് മുകളിലോട്ട് മാറി, -2 ആണെങ്കിൽ താഴോട്ട് മാറിയാനെ. അത് നമ്മുടെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശരി. ഇപ്പൊ ഫംഗ്ഷൻ 1 1 on 2 ആണോ? 1 1 ആണോ? അല്ല. on 2 ആണോ? അല്ല. 1 1 അല്ല, on 2 അല്ല. റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണോ? റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായി. 1 1 അല്ല, on 2 അല്ല. റേഞ്ച് പറയാമോ? 2 മുതലാണ് അല്ലേ? 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. x³ - 3x² + 3. x³ - 3x² + 3. x³ - 3x² + 3. നമുക്ക് നോക്കാം. ഇൻപുട്ട് ബോക്സിൽ മാറ്റിയാൽ മതി അല്ലേ? x³ - 3x² + 3. ഓക്കെ. നോക്ക്. 1 1 ആണോ? 1 1 ആണോ? അല്ല. on 2 ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഗ്രാഫ് പോകുന്ന നോക്ക്. ഗ്രാഫ് ഇതാ ഇങ്ങനെ വന്ന് അങ്ങ് പോവുക, ഇൻഫിനിറ്റിയിലേക്ക് പോവുക, താഴോട്ട് -ഇൻഫിനിറ്റിയിലേക്കും പോവുക. നിങ്ങൾ ഈ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യിച്ച് നോക്കിയേ. ഇവിടെ മൂവ് ചെയ്യിച്ചാലും ആ ലൈൻ ഗ്രാഫിനെ മീറ്റ് ചെയ്യത്തില്ലേ? ചെയ്തില്ലേ? ചെയ്യും അല്ലേ? ഒണ്ടെന്ന് പറഞ്ഞാൽ അതല്ലേ? എങ്ങോട്ട് മൂവ് ചെയ്യിച്ചാലും ഗ്രാഫിനെ മീറ്റ് ചെയ്തിരിക്കണം. ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്തിരിക്കണം. മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? on to
ആണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഭയങ്കര മഴയുണ്ട്, ചിലപ്പോൾ കറണ്ട് പോവും. കറണ്ട് പോയാൽ ഇത് കട്ടായി പോകും കേട്ടോ. ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കറണ്ട് പോയാൽ കണക്ഷൻ കട്ടായി പോകും. അപ്പോൾ പിന്നെ നിങ്ങളെ ചിലപ്പോൾ അറിയിക്കാൻ പറ്റാതായി പോകും. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ മറ്റൊരു സമയത്ത് ക്ലാസ് എടുത്ത് തരാം കേട്ടോ, കറണ്ട് പോവുകയാണെങ്കിൽ. മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളേ. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ പരീക്ഷ മിക്കവാറും 29, 30, 3, 4 തീയതികളിലായിട്ടായിരിക്കും നമ്മളെ പരീക്ഷ. അത് ടൈം ടേബിൾ ഓരോരുത്തർക്ക് എപ്പോഴാണെന്നുള്ള അറിയിക്കും. ഈ 4 ദിവസങ്ങളായിരിക്കും മാത്സിൻ്റെ ലാബ് വരാൻ സാധ്യത. 29, 30, മെയ് 3, മെയ് 4, 15 പേര് വീതമുള്ള ബാച്ചുകളായിട്ടായിരിക്കും. ഒരു ദിവസം 30 പേർക്ക് ഒരു ദിവസം നടക്കും. 4 ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ തീരും. ഫൈനൽ ടൈം ടേബിൾ ആക്കിയിട്ടില്ല, ഡേറ്റുകൾ ഇതാണ്. ശരി, അപ്പോൾ ഇത് ഓൺ ടു ആണ് അല്ലേ? ഓൺ ടു ആണ്. അടുത്ത ഏതാ നോക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഓൺ ടു ആണെന്ന് പരിശോധിക്കാൻ നോക്കിയൂടെ? ശരി, അപ്പോൾ അത് കഴിഞ്ഞതുള്ളതായി ഇത് നോക്കാം. The following functions are defined from a subset of the set of real numbers. Say whether they are 1 to 1 or on to. Find their range. F from ഒന്ന് ശ്രദ്ധിച്ചോളണം. ഡൊമൈൻ R മൈനസ് സെറ്റ് 3 ആണ്. കോഡൊമൈൻ R മൈനസ് സെറ്റ് 1 ആണ്. Fx ഈക്വൽ ടു x മൈനസ് 2 ബൈ x മൈനസ് 3 ആണ് ഫംഗ്ഷൻ. നമുക്ക് ചെയ്യാം. ഇൻപുട്ട് ബോക്സിൽ പോയി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. x മൈനസ് 2 ബൈ x മൈനസ് 3 എന്നാക്കാം. x മൈനസ് 2 ബൈ x മൈനസ് 3 അടിക്കണമെങ്കിൽ x മൈനസ് 2 ബ്രാക്കറ്റിനകത്ത് ടൈപ്പ് ചെയ്യണം കേട്ടോ. x മൈനസ് 2 then ബൈ വീണ്ടും ബ്രാക്കറ്റിനകത്ത് x മൈനസ് 3 വന്നു. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഏതാണ് ഡൊമൈൻ? ഇവിടെ കാണുന്നുണ്ടല്ലോ. എഫ് ഫ്രം R മൈനസ് സെറ്റ് 3, അതായത് 3 ഒഴികെയുള്ള റിയൽ നമ്പേഴ്സ്, അതാണ് ഡൊമൈൻ. ഏതാണ് കോഡൊമൈൻ? R മൈനസ് സെറ്റ് 1 ഒഴികെയുള്ള റിയൽ നമ്പേഴ്സ് ആണ് കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈനകത്ത് 1 ഇല്ല എന്നുള്ളറിയാം. അപ്പോൾ നമ്മൾ പ്രീമേജ് നോക്കുമ്പോൾ 1ന്റെ കേസ് നോക്കണ്ട, കാരണം 1 കോഡൊമൈനകത്ത് ഇല്ല. 1 ഒഴിച്ചുള്ള റിയൽ നമ്പേഴ്സ് നോക്കിയാൽ മതി. 1 ഒഴിച്ചുള്ള റിയൽ നമ്പേഴ്സിന് പ്രീമേജ് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. 1 ആണോ എന്ന് ആദ്യം ഒന്ന് പറഞ്ഞേ. ആ ലൈൻ ഒന്ന് മൂവ് ചെയ്യിച്ച് നോക്കിയേ. ഒന്നിൽ കൂടുതൽ പോയിന്റ് മീറ്റ് ചെയ്യൂ. ഒന്നിൽ കൂടുതൽ പോയിന്റുകൾ മീറ്റ് ചെയ്യുമോ? കേൾക്കുന്നില്ല. ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ മീറ്റ് ചെയ്യുമോ? നോക്കിയേ, മീറ്റ് ചെയ്യുന്നുണ്ടോ? എവിടെയാണ് ഒന്നിൽ കൂടുതൽ മീറ്റ് ചെയ്യുന്നത്? ഒരു പോയിന്റ്, ആ ലൈൻ വരയ്ക്കും. ഒന്ന് ശ്രദ്ധിക്കൂ, ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ ആ കർവിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. നോക്കാം, എവിടെയെങ്കിലും ഒന്നിലധികം പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ലൈൻ ഇങ്ങനെ ഞാൻ മൂവ് ചെയ്യിച്ച് കാണിക്കാം. എവിടെയെങ്കിലും വെച്ച് ഒന്നിലധികം പോയിന്റുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫംഗ്ഷൻ 1 ആണല്ലോ. 1 ആണ്. ഇനി ഓൺ ടു ആണോ? ഓൺ ടു ആണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാ? ഈ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്തിരിക്കണം. എവിടെയായാലും എല്ലായിടത്തും ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യാതെ വന്നാൽ അത് ഓൺ ടു അല്ല. നമുക്ക് നോക്കാം, മീറ്റ് ചെയ്യാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. നോക്കിക്കോ, ഞാൻ അതൊക്കെ മൂവ് ചെയ്യിച്ച് നോക്കാം. മീറ്റ് ചെയ്യാത്ത പോയിന്റ് ഉണ്ടോ നോക്കിയേ. ഉണ്ട്. എവിടെയുണ്ട്? 1-ലെത്തിയപ്പോൾ മീറ്റ് ചെയ്തില്ല അല്ലേ? അപ്പൊ 1-ലെത്തിയപ്പോൾ മീറ്റ് ചെയ്തില്ല. അല്ല, 1-ലെത്തിയപ്പോൾ മീറ്റ് ചെയ്തില്ല. ദാറ്റ് മീൻസ് 1ന്റെ പ്രീമേജ് ഇല്ല. 1 ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-നാണ് പ്രീമേജ് ഇല്ലാത്തത്. ഓൺ ടു ആണോ അല്ലയോ? അതെന്താ? 1-ന് പ്രീമേജ് ഇല്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ ഓൺ ടു ആണെന്ന് പറഞ്ഞ?
കോഡൊമൈനകത്ത് 1 ഇല്ല. നിങ്ങൾ കോഡൊമൈൻ നോക്കൂ, ആർ മൈനസ് സെറ്റ് 1 എന്നാ കോഡൊമൈൻ. ആർ മൈനസ് സെറ്റ് 1 ആണ് കോഡൊമൈൻ. കോഡൊമൈനിൽ 1 ഇല്ല. അപ്പോൾ കോഡൊമൈനിൽ ഇല്ലാത്ത ഒരു എലമെന്റിന് പ്രീമേജ് ഉണ്ടാവേണ്ട കാര്യമില്ല. കോഡൊമൈനിൽ ഉള്ള എലമെന്റുകൾക്ക് മാത്രം പ്രീമേജ് ഉണ്ടോ നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് ആ 1ന്റെ പ്രീമേജ് ഇല്ല, അതൊരു പ്രശ്നമല്ല. 1ന് പ്രീമേജ് വേണ്ട, കാരണം 1 കോഡൊമൈൻ ഇല്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ എലമെന്റും നോക്കിയാലും അതിനെല്ലാം പ്രീമേജ് ഉണ്ട്, ഏതെങ്കിലും ഒരിടത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരിടത്ത് മീറ്റ് ചെയ്യാതെ വരത്തില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇല്ലേ മറുപടി പറയണേ. ഓക്കെ. അപ്പൊ അതേപോലെ അടുത്ത ഒരെണ്ണം കൂടി നോക്കാം. എഫ് ഫ്രം -1 to 1 to -1 1/3 ഉണ്ടോ? -1 1 ആണ് ഡൊമൈൻ, -1 1/3 എന്ന ക്ലോസ്ഡ് ഇന്റർവൽ ആണ് കോഡൊമൈൻ. എഫ് എക്സ് ഈസ് ഈക്വൽ ടു x by x plus 2. നമുക്ക് നോക്കാം. x by x plus 2 എന്നാ. x by x plus 2 x by x plus 2 x by ബ്രാക്കറ്റിനകത്ത് x plus 2 x plus 2. ഓക്കെ, നോക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. കോഡൊമൈൻ ശ്രദ്ധിച്ചോളണം, ഡൊമൈൻ ശ്രദ്ധിച്ചോളണം. -1 1 ആണ് ഡൊമൈൻ. അപ്പോൾ എക്സ് ഡൊമൈൻ മീൻസ് എക്സ് വാല്യൂ ആ. എക്സ് -1നും 1നും ഇടയ്ക്കാം. കോഡൊമൈൻ -1 മുതൽ 1/3 വരെയാണ്. അപ്പോൾ -1നും 1/3ക്കും ഇടയ്ക്ക് നോക്കിയാൽ മതി, മൊത്തം വാല്യൂ നോക്കണ്ട. -1നും 1/3ക്കും ഇടയ്ക്ക് നമുക്ക് അതൊന്ന് മൂവ് ചെയ്ത് നോക്കാം. -1 മുതൽ 1/3 വരെ, അതാ ഇത്രയും ഭാഗം ഉണ്ടോ? ഗ്രാഫ് എവിടെയെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഒന്നിലധികം പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ 1 1 ആണോ? 1 1 ആണോ? ആണ്. ഓൺ ടു ആണോ? നോക്കുക, ഗ്രാഫ് വരച്ചാൽ എല്ലായിടത്തും മീറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ, 1/3 വരെ പോയാൽ മതി, മേളിലോട്ട് പോണ്ട. ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ് അല്ലേ? ഓൺ ടു ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൺ ടു പരിശോധിക്കുമ്പോൾ നമ്മൾ എല്ലാ വാല്യൂവും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കോഡൊമൈൻ ഏതാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും ഭാഗം മാത്രം നോക്കിയാൽ മതി. അത്രയും ഭാഗം എടുക്കുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്തിരിക്കണം. എല്ലായിടത്തും ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ വന്നാൽ ഓൺ ടു ആണ്. എവിടെങ്കിലും ഒരിടത്ത് മീറ്റ് ചെയ്യാതെ വന്നാൽ അത് ഓൺ ടു അല്ല. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കോഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നാക്കിയിരുന്നെങ്കിൽ ഓൺ ടു ആവത്തില്ല. കാരണം എന്താ, ഇവിടെ വരുമ്പോൾ മീറ്റ് ചെയ്യാതെ വരും. കണ്ടോ, ഒരിടത്ത് ഇവിടെ മീറ്റ് ചെയ്യാതെ വരുന്നു കണ്ടോ. പക്ഷെ അതൊന്നും കോഡൊമൈനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് നോക്കാതിരുന്നത്. കോഡൊമൈൻ 6 പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഓൺ ടു അല്ല എന്ന് പറഞ്ഞേനെ. അപ്പം ആ കോഡൊമൈൻ നോക്കിയിട്ട് ആ കോഡൊമൈനിൽ വരുന്ന വാല്യൂസ് y ആക്സിസിൽ എടുക്കുക. ആ അത്രയും ഭാഗത്ത് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്ച്ച് നോക്കുക. നോക്കുമ്പോൾ ഒരു പോയിന്റിലെങ്കിലും കർവിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺ ടു ആണ്. ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്താൽ 1 1 അല്ല. ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ 1 1 ആണ്. ഇതാണ് അതിൻ്റെ രീതി. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായോടെ? ഓക്കെ. ഒരു കാര്യം കൂടി, നമ്മൾ വേറൊരു കാര്യം കൂടി, അല്പം തിയറിയും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ അതിൻ്റെ കോഡൊമൈനും അതിൻ്റെ റേഞ്ചും ഈക്വൽ ആയിരിക്കും എന്നുകൂടി പഠിച്ചിട്ടില്ല? അങ്ങനെ ഓൺ ടു ഫംഗ്ഷൻ്റെ കേസിൽ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു റേഞ്ച് ആയിരിക്കും. അവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ റേഞ്ച് ഓഫ് ആൻ ഓൺ ടു ഫംഗ്ഷൻ? ഓൺ ടു ഫംഗ്ഷൻ്റെ റേഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? എന്താ റേഞ്ചിൻ്റെ പ്രത്യേകത? റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ. ഒരു ഓൺ ടു ഫംഗ്ഷൻ്റെ റേഞ്ചിൻ്റെ പ്രത്യേകതയാണ് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി 1 1 ഓൺ ടു ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈജക്ഷൻ. ഈ ബൈജക്ഷനെ കുറിച്ചുകൂടി കാണാം. ഞാൻ പുതിയ ജിയോജിബ്ര അപ്ലെറ്റ് ഉണ്ടാക്കുകയാണ്. നോക്കാം.
ബൈജക്റ്റീവ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ പ്രൊസീജിയർ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഇറ്റ് 1 1 ഓർ 1 2. അതിനുവേണ്ടി ഡ്രോ ദ ഗ്രാഫ് ഓഫ് എബോ ഫംഗ്ഷൻ. ഏതാ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ഫംഗ്ഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 1 പുതിയ ജിയോജിബ്ര വിൻഡോ ആണ്, പഴയത് കളഞ്ഞു. എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 1, ഇതാണ് ഗ്രാഫ്. ശരി, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എബോ ഫംഗ്ഷൻ. ഗ്രാഫ് വരച്ചു. 1 1 ആണോ? ഇത് 1 1 ആണോ? അല്ല. ഓൺ ടു ആണോ? അല്ല. ആണോ? അല്ല. അല്ല. ഓൺ ടു ആക്കാമോ? ഓൺ ടു ആക്കാമോ? ആക്കാം. എങ്ങനെ? ആ, കോഡൊമൈൻ 1 to infinity ആക്കിയാൽ മതി. 1 to infinity എന്ന് പറയുന്നത് എൻ്റെ റേഞ്ച് അല്ലേ? ആ റേഞ്ചിനെ കോഡൊമൈൻ ആക്കിയാൽ മതി അല്ലേ? അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ക്യാൻ യു മേക്ക് ദിസ് ഫംഗ്ഷൻ ഓൺ ടു? യെസ്. എങ്ങനെയാണ്? ചൂസ് ദ കോഡൊമൈൻ. എത്രയാണ്? 1 to infinity. കോഡൊമൈൻ 1 to infinity ആയിട്ട് ചൂസ് ചെയ്താൽ ഫംഗ്ഷൻ ഓൺ ടു ആയി മാറും. അപ്പോൾ അങ്ങനെ ഓൺ ടു ആക്കാം. ഏതൊരു ഫംഗ്ഷനെ ഓൺ ടു ആക്കാം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കോഡൊമൈൻ എന്ത് ചെയ്താൽ മതി? 1 to. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? റീഡിഫൈൻ ദ ഫംഗ്ഷൻ ബൈ റെസ്ട്രിക്റ്റിംഗ് ഇറ്റ്സ് കോഡൊമൈൻ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഓൺ ടു. ഈ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ചോദ്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ എന്നായിരുന്നു അല്ലേ? ആർ ടു ആർ. അവിടെ എന്ത് ചെയ്യണം? ആ കോഡൊമൈൻ്റെ സ്ഥാനത്ത് 6 മാറ്റിയിട്ട് അവിടെ എന്താക്കണം? ക്ലോസ്ഡ് ഇന്റർവെൽ 1 to infinity. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ്? എഫ് ഫ്രം ആർ ടു ആർ എന്നല്ല, പിന്നെയോ ക്ലോസ്ഡ് ഇന്റർവെൽ 1 infinity എന്നാക്കണം. എഫ് ഫ്രം ആർ ടു ക്ലോസ്ഡ് ഇന്റർവെൽ 1 infinity എന്ന് ആക്കണം. ഓക്കെ, മനസ്സിലായോ? എഫ് ഫ്രം ആർ ടു ക്ലോസ്ഡ് ഇന്റർവെൽ 1 infinity എന്ന് മാറ്റിയാൽ ഫംഗ്ഷൻ ഓൺ ടു ആവും. റീഡിഫൈൻ ദ ഫംഗ്ഷൻ ബൈ റെസ്ട്രിക്റ്റിംഗ് ഇസ് കോഡൊമൈൻ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഓൺ ടു എന്നുള്ളിടത്ത് എന്ത് ചെയ്താൽ മതി? എഫ് ഫ്രം ആർ ടു 1 infinity എന്നാക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഓൺ ടു ആയി. ഇനി അടുത്ത ഈ ഫംഗ്ഷൻ നമ്മളിപ്പോൾ 1 1 ആക്കി അല്ല, ഓൺ ടു ആക്കി. ഇതിനെ 1 1 ആക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇത് 1 1 അല്ലാത്ത? എന്തുകൊണ്ടാണ് ഇത് 1 1 അല്ലാത്തത്? അതായത് നമ്മൾ പിന്നെ ഗ്രാഫ് ഉപയോഗിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സ്ലൈഡർ ഒന്നുകൂടി വരയ്ക്കാം, എന്നാൽ നമുക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടും. ഒന്നുകൂടി വരയ്ക്കേ. എന്തുകൊണ്ടാണ് ഇത് 1 1 അല്ലാത്ത? ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് 1 1 അല്ലാത്തത് അല്ലേ? അല്ലേടേ? അതെ. പിന്നെ നമുക്ക് എങ്ങനെ ഇതിനെ 1 1 ആക്കാൻ പറ്റും? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇതിൻ്റെ റൈറ്റ് സൈഡിലെ പോർഷനും ലെഫ്റ്റ് സൈഡിലെ പോർഷനും ഇമേജുകൾ ഒരേപോലെ ഇരിക്കുമല്ലേ അല്ലേ? അതിൽ ഒരു ഭാഗം കട്ട് ചെയ്താൽ പോലെ, അതായത് ഈ ലെഫ്റ്റിലുള്ള ഭാഗം കട്ട് ചെയ്ത് റൈറ്റ് മാത്രമാക്കിയാലോ? ലെഫ്റ്റ് അങ്ങ് കട്ട് ചെയ്യുന്നു, റൈറ്റ് മാത്രം. അപ്പോഴോ 1 1 ആവില്ലേ? 1 1 ആവും. എന്ന് പറയുമ്പോൾ ഡൊമൈൻ എങ്ങോട്ട് മാറ്റി? ഡൊമൈൻ എങ്ങോട്ട് മാറ്റി? 0 to infinity ആക്കി മാറ്റി. ഇതാ അവിടെ അല്ലേ? ഡൊമൈൻ ഏതാക്കി മാറ്റി? 0 to infinity എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് 0 മാത്രമാക്കി, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഇല്ല. അപ്പോൾ ഫംഗ്ഷൻ 1 1 ആയിട്ട് മാറും. ഇതാ ഇവിടെ നോക്കൂ, വായിക്കുന്നത്. ഫ്രം ദ ഗ്രാഫ് ഓഫ് ദ, കാണുന്നുണ്ടോ? ഫ്രം ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ വി ക്യാൻ സീ ദാറ്റ് ഇഫ് വി റെസ്ട്രിക്ട് ദ ഡൊമൈൻ ടു 0 infinity ദ ഫംഗ്ഷൻസ് ബിക്കം 1 to 1 ആയി മാറും. എങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്യണം? 0 infinity റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ചെയ്തു നോക്കിയേ? 1 1 ഓൺ ടു ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? ഓൺ ടു ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു?
കോഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്തു. എങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്തു? 1 to ഇൻഫിനിറ്റിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു അല്ലേ. 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഡൊമൈനിനെ 0 ഇൻഫിനിറ്റിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ മാറും? എഫ് ഫ്രം ആർ ടു ആർ എന്നുള്ളത് മാറി എന്താവും? എഫ് ഫ്രം ആർ എന്നുള്ളത് മാറും. ഡൊമൈൻ മാറും. 0 to ഇൻഫിനിറ്റി ആവില്ലേ? ഡൊമൈൻ 0 to ഇൻഫിനിറ്റി ആവും. കോഡൊമൈൻ എന്താവും? 1 to ഇൻഫിനിറ്റി ആവും അല്ലേ. അടുത്ത പറയുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ എഫ് ഫ്രം 0 ഇൻഫിനിറ്റി ടു 1 ഇൻഫിനിറ്റി. കണ്ടോ, ഡൊമൈൻ 0 ഇൻഫിനിറ്റി ആയി, കോഡൊമൈൻ 1 ഇൻഫിനിറ്റി ആയി. ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് എ ബൈ 1 1 1 2 ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബൈജക്ഷൻ. 1 1 1 2 ആയാൽ വിളിക്കുന്ന പേരാണ് ബൈജക്ഷൻ. മനസ്സിലായോ? ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന ഗ്രാഫാണ്. 1 1 1 2 അല്ല. 1 1 ആക്കാൻ വേണ്ടി റൈറ്റ് സൈഡ് മാത്രം മതി എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എക്സ് 0യേക്കാൾ ഗ്രേറ്റർ വാല്യൂസ് മാത്രം മതി എന്നാ പറഞ്ഞല്ലേ. അങ്ങനെ ഒരെണ്ണം വന്നാൽ ഗ്രാഫ് വരയ്ക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദ ഫംഗ്ഷൻ എഫ് ഫ്രം 0 ഇൻഫിനിറ്റി ടു 1 ഇൻഫിനിറ്റി ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് എ ബൈജക്ഷൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എബോ ഫംഗ്ഷൻ. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ. എന്തിന്റെ ഗ്രാഫാ? ഈ ഫുൾ ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല, പിന്നെയോ ഈ റൈറ്റ് സൈഡിൽ മാത്രമുള്ളതിന്റെ ഗ്രാഫാ. റൈറ്റ് സൈഡിൽ മാത്രം എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 മാത്രം മതി. ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെയാണ്, പക്ഷെ ഫുള്ള് വേണ്ട. എക്സ് ഗ്രേറ്റർ ദാൻ 0 മാത്രം മതി. ലെഫ്റ്റ് ദാൻ 0 വേണ്ട. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രം മതി. അതിനൊരു കമാൻഡ് ഉണ്ട്. അതിന്റെ കമാൻഡ് ബ്രാക്കറ്റ് കാണിച്ചിട്ടുണ്ട്. യൂസ് ദ ഇൻപുട്ട് കമാൻഡ് ഇഫ്. കാണുന്നുണ്ടോ? ഇഫ് ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റിന് അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ജിയോജിബ്രയിൽ ടൈപ്പ് ചെയ്യുന്നത് ആദ്യം ഗ്രേറ്റർ ദാൻ ടൈപ്പ് ചെയ്യണം, പിന്നെ ഈക്വൽ ടു ടൈപ്പ് ചെയ്യണം. ഇഫ് അതൊക്കെ നിങ്ങൾക്ക് കീബോർഡ് നോക്കിയാൽ അറിയാം എവിടെയാണ് ഗ്രേറ്റർ ദാൻ കിടക്കുന്നതൊക്കെ നോക്കി കണ്ടുപിടിച്ചത്. ആദ്യം ഗ്രേറ്റർ ദാൻ ദെൻ 0. ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ് കിടക്കുന്നത് കീബോർഡിൽ പിയുടെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റും ഡബിൾ ബ്രാക്കറ്റും ഒക്കെ അവിടെയാണ് കിടക്കുന്നത്. കമ്പ്യൂട്ടർ കീബോർഡ് കണ്ടാലേ മനസ്സിലാവും. ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ദെൻ കോമ ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടത്? എങ്ങനെയാ? ഇഫ് ഈ ഇൻപുട്ട് ബോക്സ് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇഫ് ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്. കണ്ടോ? എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അങ്ങനെ ഒരുമിച്ച് ടൈപ്പ് ചെയ്താൽ മതി. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കോമ ഫംഗ്ഷൻ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ഫംഗ്ഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 1. കണ്ട? റൈറ്റ് സൈഡ് മാത്രം വന്നാണ്ടോ? കണ്ടോ? വന്നാണ്ടോ? കണ്ടു. ഇതിന് ഇപ്പൊ നമ്മളിപ്പോ റൈറ്റ് സൈഡാ വന്ന. ഇതിന് പകരം ലെഫ്റ്റ് സൈഡാ വരുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? എങ്ങനെ ടൈപ്പ് ചെയ്തേനെ? ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0 കോമ എക്സ് സ്ക്വയർ പ്ലസ് 1. കണ്ടോ? ഇടതുവശത്തെ മാത്രം വന്നാണ്ടോ? ഇപ്പോഴും 1 1 അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഫുൾ ഗ്രാഫ് വന്ന് ഇപ്പൊ 1 1 അല്ല. ഫുൾ ഗ്രാഫ് വരുമ്പോൾ എന്തല്ല? 1 1 അല്ല. ആ ഫുൾ ഗ്രാഫ് വരുന്നതിന് പകരം റൈറ്റ് സൈഡ് മാത്രമാക്കിയാൽ 1 1 ആണ്. ലെഫ്റ്റ് സൈഡ് മാത്രമാക്കിയാലും 1 1 ആണ്. ലെഫ്റ്റ് സൈഡ് മാത്രമാക്കിയാലും 1 1 ആണ്. ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ഫംഗ്ഷന്റെ വാല്യൂസ് ഒന്നും ഇല്ലാതായി പോകുന്നില്ല. കാരണം ഈ റൈറ്റിലും ലെഫ്റ്റിലും ഒരേ വാല്യൂസ് വരുന്നത് അല്ലേ? ഈ റൈറ്റിൽ വരുന്ന അതേ സംഭവം തന്നെയാണ് ലെഫ്റ്റിലും ആവർത്തിച്ച് വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ഒരെണ്ണം കട്ട് ചെയ്തു എന്നും പറഞ്ഞ് കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷനെ 1 1 ആക്കി മാറ്റാം. അപ്പോൾ അത്തരത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും. അത് നമുക്ക് അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കാം, വേറൊരു ഫംഗ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഇതാ ഇവിടെ ഒരു ഫംഗ്ഷൻ കിടപ്പുണ്ട്. ഇവിടെ കിടക്കുന്നൊക്കെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2ന് ABS x മൈനസ് 2 എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലേ? ABS x മൈനസ് 2 നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ABS ബ്രാക്കറ്റ് എക്സ് മൈനസ് 2. നോക്കൂ, 1 1 ആണോ? 1 1 ആണോ? ആണോ? ആണോടെ? 1 1 ആണോ? അല്ല. എങ്ങനെ 1 1 ആക്കാം? പറയുന്നത് ക്ലിയർ ആവണല്ലേ? എങ്ങനെ 1 1 ആക്കാം? നമുക്കിതിനെ 1 1 എങ്ങനെ ആക്കാം? നോക്ക്, എന്തുകൊണ്ടാണ് 1 1 അല്ലാത്തത്? ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കി ഒരു പോയിന്റിൽ മാത്രം കട്ട് ചെയ്യാനുള്ള വഴി എന്ത്? ഒരു ഹാഫ് എടുത്ത് ഏത് ഭാഗം? ഏതിന്റെ റൈറ്റ് സൈഡ്? 2ന്റെ ലെഫ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ 2ന്റെ റൈറ്റ് എടുക്കാം അല്ലേ? 2ന്റെ റൈറ്റ് എടുക്കാം. അതെങ്ങനെ ടൈപ്പ് ചെയ്യും? ആ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്, പക്ഷെ ഗ്രേറ്റർ ദാൻ 2 മതി. അപ്പോൾ എങ്ങനെ വരയ്ക്കണം? ഇഫ് പറ സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 കോമ മോഡുലസ് എക്സ് പ്ലസ് 1 അല്ലേ? അപ്പോൾ ABS എക്സ് പ്ലസ് 1 അല്ല, എക്സ് മൈനസ് 1 അല്ലേ? എക്സ് മൈനസ് 2 ABS എക്സ് മൈനസ് 2 അല്ലേ? ഏത് ഭാഗം മാത്രം വന്നു നോക്ക്. കണ്ടോ? റൈറ്റ് സൈഡ് മാത്രം വന്നു, ഫുൾ വന്നില്ല. കണ്ടോ? ഇപ്പം 1 1 ആയി. മനസ്സിലായോ? മനസ്സിലായത്? ഓക്കെ. അപ്പം ഈ രീതിയിൽ നമുക്ക് ഏതൊരു ഫംഗ്ഷനും ഗ്രാഫ് കണ്ടിട്ട് ഇതാ വേറൊരെണ്ണം ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 3. നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 3. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 3. നോക്കിയേ, ഇത് 1 1 അല്ല അല്ലേ? 1 1 ആണോ? അല്ല. എങ്ങനെ 1 1 ആക്കും? ഈ റൈറ്റ് പോർഷൻ കട്ട് ചെയ്താൽ മതി അല്ലേ? ഇത് കട്ട് ചെയ്യുന്ന എവിടെയാണെന്ന് എങ്ങനെ അറിയും? അല്ല, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ജിയോജിബ്ര വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് വേണ്ട, ഇത് ചോദിക്കില്ല. കാരണം ഇത് വേണമെങ്കിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ട് വേറെ ചില കാര്യങ്ങളോട് പറയണം. അത്രയും ലെവലിലേക്ക് പോകാറായിട്ടില്ല. ഈ പോയിന്റ് കണ്ടുപിടിക്കേണ്ടി വരും. ആ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കിപ്പം പഠിക്കാനില്ലാത്തതുകൊണ്ട് അത് വേണ്ട. ആ ഫംഗ്ഷൻ വേണ്ട, പോട്ടെ, വേറെ നടക്കാം. വേറെ ക്വസ്റ്റ്യൻ എടുക്കാം. മോഡ് സൈൻ എക്സ് നമുക്ക് എടുത്ത് നോക്കാം. മോഡ് സൈൻ എക്സിനെ ടൈപ്പ് ചെയ്യേണ്ടത് ABS സൈൻ എക്സ് എന്നാ അല്ലേ? ABS ബ്രാക്കറ്റ് സൈൻ വീണ്ടും ബ്രാക്കറ്റ് എക്സ്. 1 1 അല്ല, ആണോ? അല്ല. ഇത് എവിടെ എടുക്കും? ഏത് ഭാഗം എടുത്തിട്ട് 1 1 ആക്കാൻ പറ്റും? ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ പിന്നെ എക്സ് ആക്സിസ് തന്നിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് മാറ്റണം. π/2 ആക്കണേ. അതിന് ചെയ്യുന്നത് ഈ ഗ്രാഫിക്സിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രാഫിക്സിൽ പോകും. അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റിനകത്ത് ഡയറക്ഷൻ ഉണ്ടാവും. എന്നിട്ട് എക്സ് ആക്സിസിൽ നിന്ന് എടുത്തിട്ട് ആ ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് അവിടെ π/2 എന്ന് ടൈപ്പ് ചെയ്യും. π/2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. π/2 എന്നായി. ഇനി നിങ്ങൾ പറയൂ, ഇതിനെ എങ്ങനെ 1 1 ആക്കാൻ പറ്റും? നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ഒരൊറ്റ ഭാഗം, ഇത്രയും ഭാഗം എടുത്താൽ മതി. 0യിൽ തുടങ്ങി എവിടെ വരെ?
ഗ്രാഫ് കണ്ടാൽ പറയാൻ പറ്റും. π/2 വരെ ചുരുക്കിയാൽ മതി. 0 മുതൽ π/2 വരെ ആക്കി ചുരുക്കിയാൽ ഈ ഫംഗ്ഷൻ 1 ആവും. 0 മുതൽ π/2 വരെ ആക്കി ചുരുക്കണം. അല്ലെങ്കിൽ π/2 മുതൽ π വരെ ചുരുക്കണം. അല്ലെങ്കിൽ π മുതൽ 3π/2 വരെ ചുരുക്കണം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല. 0 to π/2 എടുക്കാം, π/2 to π എടുക്കാം, π to 3π/2 ഇങ്ങനെയൊക്കെ എടുക്കാം. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പോൾ ഇനി ഒരു കാര്യം കൂടി, ഒരു മോഡൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അതുകൂടെ ഒന്ന് എടുക്കേ. എളുപ്പം. അത് ലാബ് 18 ഫംഗ്ഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടോ? ആൻസർ ഓൺലി 2 questions ഹാവിംഗ് ടിക്ക് മാർക്ക് എന്നാണ് കൊടുക്കുന്നത്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഫ്രം R to R. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് സേ വെദർ ദ ഫംഗ്ഷൻ ഈസ് 1, 1 or 1, 2. നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? ഏതെങ്കിലും ഒരു ചോദ്യം ടിക്ക് ചെയ്ത് തരും, അതിൻ്റെ ഗ്രാഫ് ഒന്ന് എൻ്റർ ചെയ്യാൻ നിങ്ങൾ ജിയോജിബ്രയ്ക്ക് അത് ഗ്രാഫ് അങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് 1, 1 ആണോ 1, 2 ആണോ എന്ന് പറയണം. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോടെ? ഇല്ല. ഗ്രാഫ് എൻ്റർ ചെയ്ത് നോക്കി അറിയാൻ പറ്റും അല്ലേ? അതുപോലെ അടുത്ത രണ്ടാമത്തെ ചോദ്യം കണ്ടോ? ആൻസർ ഓൺലി 1 question ഹാവിംഗ് ടിക്ക് മാർക്ക്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഫ്രം R to R. ഒബ്സർവ് ദ ഗ്രാഫ്. റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ. നിങ്ങൾക്ക് പറ്റൂലേ? ഗ്രാഫ് കണ്ടിട്ട് കോഡൊമൈനും ഡൊമൈനും റീഡിഫൈൻ ചെയ്ത് അതിനെ 1, 1, 1, 2 ആക്കാൻ. ഞാൻ ആദ്യത്തെ കണ്ടിട്ട് x² + 2x + 3 എടുത്ത് നോക്കാം. x² + 2x + 3 x² + 2x + 3. വൺ ആണോ? ഇല്ല. ഈ ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. എവിടെയാണ്? ഒരു മിനിറ്റ്. നോക്ക്, ഇത് 1, 1 ആക്കാൻ വേണ്ടി എങ്ങോട്ട് ചുരുക്കണം? ഗ്രാഫ് കണ്ടാൽ പെട്ടെന്ന് പറയാം. -1 മുതൽ ഇൻഫിനിറ്റി വരെ ആക്കി ഡൊമൈൻ മാറ്റണം അല്ലേ? അപ്പോൾ ഈ റൈറ്റ് സൈഡ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ 1, 1 ആയിക്കൊള്ളും. ഇനി ഓൺ ടു ആക്കാനോ? ഓൺ ടു ആക്കാൻ 2 മുതൽ അല്ലേ? കാരണം ഈ 2ൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈൻ മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അത് ഓൺ ടു അല്ല. 2ൻ്റെ മുകളിലോട്ട് എടുത്താൽ 2 to ഇൻഫിനിറ്റി എടുത്താൽ അത് കോഡൊമൈൻ 2 to ഇൻഫിനിറ്റി എടുത്താൽ ഓൺ ടു ആവും. ഡൊമൈൻ -1 to ഇൻഫിനിറ്റി എടുത്താൽ അതെന്താവും? 1, 1 ആവും. ഈ രീതിയിൽ ഗ്രാഫ് കണ്ടിട്ട് പറയാൻ സാധിക്കില്ലേ? സാധിക്കുമോ? പറ്റും. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഒരെണ്ണം കൂടി നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലോഗ് ബ്രാക്കറ്റിനകത്ത് x - 2 the whole square. ലോഗ് x - 2 the whole square. നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ലോഗ് ബ്രാക്കറ്റിനകത്ത് x - 2 the whole square. അപ്പോൾ വീണ്ടും ബ്രാക്കറ്റ് ഇടണം. x - 2 whole square ആണ് raised to 2. നോക്കിയേ, ഫംഗ്ഷൻ 1, 1 ആണോ? 1, 1 ആണോ? അല്ല, അതിനൊന്ന് മൂവിച്ച് നോക്ക്. ആണോ? ആണോടെ? അല്ലല്ല. ആണോ? അല്ല. 1, 1 ആക്കാൻ പറ്റുമോ? 1, 1 ആക്കാൻ പറ്റുമോ? ഏത് ഭാഗം എടുക്കും? നോക്ക്. 2 ഇൻഫിനിറ്റി എടുത്താൽ മതി. 2ൻ്റെ റൈറ്റ് എടുത്താൽ മതി. ഈ ലെഫ്റ്റ് കളഞ്ഞാൽ മതി. 2 ഇൻഫിനിറ്റി ഡൊമൈൻ 2 ഇൻഫിനിറ്റി എടുത്താൽ 1, 1 ആവും അല്ലേ? 1, 1 ആവും.
ഓൺ ടു ആണെന്ന് വെച്ചാൽ ഓൺ ടു ആ, കാരണം ഇത് അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് അങ്ങ് പോകും, ഇങ്ങോട്ടും പോകും. അതുകൊണ്ട് എങ്ങോട്ട് ലൈൻ മൂവ് ചെയ്യിച്ചാലും അത് ഗ്രാഫിനെ മീറ്റ് ചെയ്യും. അതുകൊണ്ട് ഓൺ ടു ആ, കോഡമേന് മാറ്റമൊന്നും വരുത്തണ്ട, ഓൺ ടു തന്നെയാണ്. പക്ഷെ 1 1 ആക്കാൻ വേണ്ടി 2 to ഇൻഫിനിറ്റി എടുത്താൽ 2 to ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ആ ഗ്രാഫ് ലൈൻ നോക്കിയാൽ ലൈൻ ഇങ്ങനെ 2നെ ടച്ച് ചെയ്യത്തില്ല, അടുത്തടുത്ത് വരത്തേ ഉള്ളൂ. അപ്പോൾ 2 ഒഴിവാക്കി പറയാം. 2 ക്ലോസ്ഡ് ഇൻ്റർവൽ പറയണ്ട, ഓപ്പൺ ഇൻ്റർവൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. നിങ്ങൾ ക്ലോസ്ഡ് ഇൻ്റർവൽ പറഞ്ഞാലും ചിലപ്പോൾ മാർക്ക് തരും, തെറ്റിപ്പോയാലും കുഴപ്പമില്ല, മാർക്ക് തരും. കണ്ട, ഇപ്പം ഇതേപോലെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എൻ്റർ ചെയ്ത് നോക്കിയിട്ട് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് പറയാൻ പറ്റില്ലേ? പറ്റുമല്ലോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതിനകത്തൊരു ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ട്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല, അത് പിന്നെ ഇങ്ങനെ പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. അത് നമ്മൾ ചെയ്ത് പഠിച്ചാലേ പറ്റൂ. അതൊരു 1 മണിക്കൂറെങ്കിലും അത് ആക്ടിവിറ്റി ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പഠിപ്പിക്കുന്നില്ല. അത് ചോദിച്ചാലും നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ ജി എക്സ് ഇസിക്കൽ ഡിസൈഡ് എക്സ്, ഡ്രോ ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്, ക്രിയേറ്റ് എ സ്ലൈഡർ എ, പ്ലോട്ട് ദ പോയിന്റ് എ എഫ് ഓഫ് എ. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കി അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ ചെയ്ത് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. താഴോട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എഴുതാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. അപ്ലെറ്റ് കുറേയെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ളിടത്ത് അത് വായിച്ച് പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ലാബ് 18 എങ്ങനെയുണ്ട്?